മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ പരിഷ്കാരങ്ങളിൽ കടും വെട്ടുമായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സിറ്റി സർക്കുലർ സർവീസുകളിലെ 10 രൂപ ടിക്കറ്റ് നിരക്കിനുൾപ്പെടെ മാറ്റമുണ്ടാകും. പൂർണ്ണമായി ഈ ബസ്സുകളിലേക്ക് പോകാൻ രാജ്യം പോലും സന്നദ്ധമായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ആന്റണി രാജു KSRTCയിൽ നടപ്പിലാക്കിയ ഒട്ടുമിക്ക പദ്ധതികളെയും ഉന്നമിടുന്നതാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പുതിയ നീക്കങ്ങൾ. ആന്റണി രാജുവും KSRTC മാനേജ്മെന്റും ലാഭകരമെന്ന് അവകാശപ്പെട്ട പദ്ധതിയാണ് ഇലക്ട്രിക് സിറ്റി സർക്കുലർ ബസ് സർവീസ്. എന്നാൽ ഇത് നഷ്ടമാണുണ്ടാക്കുന്നതെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ആർക്കെങ്കിലും ഉപകാരപ്പെടണ്ടേ? 1 കോടിയുടെ ബസ് ഓടുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും അതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനം എന്താണ്? നമ്മൾ ആരുടെ പണം, കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ സംസ്ഥാന ഗവൺമെൻറ്, ആരുടെ പൈസ ആവട്ടെ, ജനങ്ങളുടെ കാശല്ലേ? ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ന ചിന്ത എല്ലാവർക്കും വേണം. മുൻ പരിഷ്കാരങ്ങൾക്കെതിരായ വിമർശനങ്ങൾ മന്ത്രി ഇന്നും തുടർന്നു. ആളില്ലാതെ ഓടുന്ന ബസ്സുകൾ പുനഃക്രമീകരിക്കുമെന്നും സർക്കാരിന്റെ പൈസ പോകുന്ന കാര്യം ചെയ്യില്ലെന്നും മന്ത്രി. ആർക്കും ഒരു ഛേദവുമില്ലാത്ത പണികൾ മന്ത്രി ചെയ്യാൻ പാടില്ല, മന്ത്രിമാരാരും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യത്തില്ല. വന്ദേ ഭാരതിൽ ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടാണ് ആൾ കയറുന്നത്. നല്ല സൗകര്യം കൊടുത്താൽ മലയാളിക്ക് അതൊരു പ്രശ്നമല്ല. ബസ് ജീവനക്കാർക്ക് പഞ്ചായത്തോ റെസിഡൻസ് അസോസിയേഷനോ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നിടത്ത് മാത്രം സ്റ്റേ ബസ് സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTC ജീവനക്കാരുടെ യൂണിഫോം വീണ്ടും കാക്കിയാക്കി. ഇതിന്റെ വിതരണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. 24 തിരുവനന്തപുരം.